ആദ്യം അഡ്വക്കേറ്റ് അനിൽകുമാർ, വളരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണ് ഷോൺ ജോർജ് ഉന്നയിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നു. CPM എന്താണ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്? വല്ലാണ്ട് ഞെട്ടിപ്പോയ സതീശനെ ഏറ്റവും വേഗം ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കുക വേണ്ടത്. നല്ല ചികിത്സയും കൊടുക്കണം. പറഞ്ഞ ആൾക്ക് നല്ല ചികിത്സ കൊടുക്കുകയാണ് നല്ലത്. ഇങ്ങനെ കുറേ പേര് വാലും തുമ്പുമില്ലാതെ എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ പറഞ്ഞാലുടനെ ഇത് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കാൻ കുറേ ആളുകളും ഇത് കേട്ടുകൊണ്ട് കുറേ ആളുകൾ എവിടെയോ അബോധത്തിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എന്ന് ധരിച്ചു പിന്നീട് ഇതെല്ലാം കെട്ട നുണകളാണ്, പച്ച നുണകളാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ പുതിയ ആരോപണം ഉന്നയിക്കും. ഇതൊരു കൃഷിയാണ്. ഇത് കേരളത്തിൽ നടക്കുന്ന ഒരു വിവാദ വ്യവസായങ്ങളുടെ കൃഷിയാണ്. അതിപ്പോൾ തുടങ്ങിയൊന്നുമല്ല. കമല ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കപ്പെട്ട അല്ലെങ്കിൽ ഇതിനിരയായി തീർന്ന വീണ വിജയൻ്റെ മാതാവ് അവരുടെ പേരിൽ ഇല്ലാത്തൊരു കമ്പനി ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടായത്. അവസാനം ആ വിവാദം എന്തായി എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ ഉത്തരം പറയാൻ ആളുമില്ല, വാലും തലയും അതിനുമില്ല. അതുപോലെ തന്നെ നിരവധിയായ ആരോപണങ്ങൾ. ഏതാണ്ട് 2 മാസം മുമ്പാണ് ഈ അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇക്കാര്യത്തിൽ തീർത്തും വസ്തുതാവിരുദ്ധമാണ് എങ്കിൽ, നുണയാണ് എങ്കിൽ എന്തുകൊണ്ടാണ് നിയമ നടപടിയുമായി പോകാത്തത്? അല്ല, നിയമ നടപടി എടുക്കേണ്ട ആളുകൾ നിയമ നടപടി എടുത്തോളും, അത് വേറെ കാര്യം. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന CPMൻ്റെ കാര്യമാണ്. വാലും തുമ്പുമില്ലാത്തൊരു കാര്യം ഒരാൾ വന്ന് പറഞ്ഞാൽ, ഒരു വിഡ്ഢി വന്നിരുന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ ഇങ്ങനെ പറഞ്ഞു കിടക്കുന്നവർക്ക് നല്ല നാടൻ പത്തലെടുത്ത് നല്ല അടിയാണ് നാട്ടുകാർ കൊടുക്കാറുള്ളത്. പക്ഷേ ഒരു മുഖ്യമന്ത്രിയാകുമ്പോൾ മര്യാദയോടുകൂടി പെരും അല്ലല്ല, നാടൻ തല്ലാണ് സാധാരണഗതിയിൽ നാട്ടുകാർ കൊടുക്കുന്നത്. അത് ഇത്തരം കാര്യങ്ങൾ വാലും തുമ്പുമില്ലാതെ ചുമ്മാ അസഭ്യം പറയാനും അസത്യം പറയാനും കുറേ ആളുകൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നാട്ടിൽ നടക്കുന്ന പരിപാടി അതാണ്. അതേസമയം നിങ്ങൾ ചാനലുകളുടെ മുമ്പിൽ കുറേ ആളുകൾ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞയക്കുന്ന റിപ്പോർട്ടർമാർക്ക് നട്ടലില്ല, തൻ്റെ ഇടയില്ല. അയാളെ കൊണ്ട് പറഞ്ഞു വിടേണ്ട എന്നോടാണോ ചോദിക്കേണ്ടത്? എക്സാലോജിക് എന്ന് പറയുന്ന ഈ കമ്പനിക്ക് ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടിൻ്റെ രേഖ ചോദിക്കണം. ആ രേഖ കിട്ടിയിട്ട് പോരായിരുന്നു പത്രസമ്മേളനം? എന്തിനാ പിന്നെ ഇന്ന് തന്നെ ഇങ്ങ് എഴുന്നള്ളിയത്? ആ രേഖയ്ക്കകത്ത് ഈ പറയുന്ന PWCയും അതുപോലെ ലാവലിൻ്റെ ഡെപ്പോസിറ്റിൻ്റെ ആ കണക്കൊന്ന് കാണിച്ചിട്ട് പോരായിരുന്നു പത്രസമ്മേളനം? അപ്പോൾ പച്ചക്കള്ള എഴുന്നള്ളിക്കാൻ ഒരാൾ വന്നിരിക്കുന്നു, ഒരു BJPയുടെ നേതാവ്. ആ കള്ളം പറഞ്ഞാൽ ഉടനെ അത് 1000 തവണ വർദ്ധിപ്പിച്ച് പറയാൻ പ്രതിപക്ഷ നേതാവ് അതിനേക്കാൾ വിഡ്ഢിവേഷം കെട്ടി നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നു. ഞെട്ടുന്ന പ്രതിപക്ഷ നേതാവ്. ഈ പ്രതിപക്ഷ നേതാവ് എത്ര തവണ ഇങ്ങനെ ഞെട്ടി മരിച്ചു പോകും? നാണമില്ല. ഇത് കുറേ നാളായില്ലേ കച്ചവടം തുടങ്ങിയിട്ട്? സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വിദ്വാൻ, ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ പുതുതായിട്ട് BJP വന്ന പുത്തൻകുറ്റുകാരനാണല്ലോ എന്ന് പറഞ്ഞത്. സുരേന്ദ്രൻ എന്ന് പറയുന്ന വിദ്വാൻ അന്നൊരിക്കൽ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സ്വർണ്ണക്കള്ളക്കടത്തിന് ബാഗ് വിട്ട് കിട്ടാൻ വിളിച്ചു. അപ്പം തന്നെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഞെട്ടി, ചെന്നിത്തല ഇറങ്ങിത്തിരിച്ചു. ഇന്ന് വരെ ഏതെങ്കിലും ഫോണിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടില്ല എന്നാണ് തെളിഞ്ഞത്. നമ്മുടെ നാട്ടിൽ എത്ര പേർക്കറിയാം? അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആ കള്ളക്കടത്ത് ബാഗ് വിട്ട് കിട്ടാൻ ആരും വിളിച്ചിട്ടില്ല. ശരി, Debate with MV Nikesh Kumar.